to Sanvi PSC Tips. 2021-24 ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, ഫസ്റ്റ് ഒരു മോക്ക് എക്സാം പോലെ ആയിരിക്കും, പിന്നെ അതിൻ്റെ ആൻസേഴ്സ്, പിന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, അങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ലെങ്തി ആയിരിക്കും, അതുകൊണ്ട് കുറച്ച് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിംസ് 2021 ഫേസ് 2 ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പാർട്ട് 6 വരെ ചെയ്തിട്ടുണ്ട്. അത് ഡിഗ്രി പ്രിലിംസിൻ്റെ 2021 തന്നെ ഫേസ് 1 ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്. ഇപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ് 2 ആണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിൻ്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും റിലേറ്റഡ് ഫാക്ട്സും പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഘടകമൂല്യത്തിലെ GDP അതെന്താണ്? ഓപ്ഷൻ എ, വിപണി വിലയിലെ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ, വിപണി വിലയിലെ GDP മൈനസ് മൂല്യശോഷണം, വിപണി വിലയിലെ GDP പ്ലസ് മൊത്തം ഉൽപ്പന്ന നികുതികൾ, വിപണി വിലയിലെ GDP പ്ലസ് വിദേശത്തു നിന്നുള്ള അറ്റ ദേശീയ വരുമാനം. ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ ഇംഗ്ലീഷും കൂടെ ജസ്റ്റ് വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 310, ബി 315, സി 312, ഡി 311. 2003 ഇന്ത്യയിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഗെയിംസ് 2 ഭൂഖണ്ഡങ്ങൾ ഉൾപ്പെടുന്ന ഒരു കായിക മത്സരമായിരുന്നു. ആഫ്രോ ഏഷ്യൻ ഗെയിംസിൻ്റെ ഇന്ത്യയിലെ വേദി ഏതായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് തരത്തിലുള്ള സ്ഥാപനമാണ്? കേരളം മണ്ണും മനുഷ്യരും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഓപ്ഷൻ എ സുഗതകുമാരി, പി ഗോവിന്ദ മിശ്ര, സി പത്മ സച്ചിദേവ്, ഓപ്ഷൻ ഡി തോമസ് ഐസക്. അഖിലേന്ത്യാ സേവനങ്ങളിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി, ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യൻ പാർലമെൻറ്റ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. 2022 ICC വനിതാ ലോകകപ്പിനായുള്ള ഔദ്യോഗിക ഗാന ട്രാക്ക് ഏതാണ്? സിംഗ് ഫോർ വുമൺ, ലേഡീസ് മിറാക്കിൾ, ഹിറ്റ് സ്റ്റാൻഡ് ആൻഡ് ഗേൾ ഗ്യാങ്. ഇനി പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്? പ്രകൃതിവാതകം, ആണവോർജ്ജം, ജൈവ ഇന്ധനം, സൗരോർജ്ജം. ഇന്ത്യൻ സൈന്യത്തിനായി ഇന്ത്യയിൽ വികസിപ്പിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്നിവ പറയുന്നവയിൽ ഏതാണ്? ലക്ഷ്യ, പിനാക്ക, ബറാക്കൈറ്റ് ആൻഡ് തൃശൂൽ. താഴെ പറയുന്നവയിൽ ആരായിരുന്നു വിദ്യാവിനോദിനിയുടെ എഡിറ്റർ? CP അച്യുതമേനോൻ, K നാരായണ ഗുരുക്കൾ, K ദാമോദരൻ, കല്ലൂർ, ഉമ്മൻ ഫിലിപ്പോസ്. താഴെ പറയുന്നവരിൽ ശരിയായ ജോഡി ഏതൊക്കെ? KP വള്ളോൻ, പുലേമഹാസഭ, അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ വിദ്യാവിനോദിനി, TK മാധവൻ ധന്വന്തരി. ഓപ്ഷൻ എ 1, 2 and 4, ഓപ്ഷൻ ബി 1, 2 and 3, ഓപ്ഷൻ സി 1, 2, 3 and 4, ഓപ്ഷൻ ഡി 1 മാത്രം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. GDP at factor cost equal to GDP at market price minus net indirect tax. GDP at factor cost is equal to GDP at market price minus net indirect tax. GDP is defined as the sum of the final prices of the goods and services produced in an economy in a given period. At factor cost means including taxes and subsidies enables to convert freely between market prices and actual cost of factors of production and shows the effect and degree of government involvement. സിവിൽ സർവീസുകൾക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 311. ആർട്ടിക്കിൾ 311 യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ സിവിൽ സർവീസിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ പിരിച്ചുവിടൽ, നീക്കം ചെയ്യൽ അല്ലെങ്കിൽ റാങ്ക് കുറയ്ക്കൽ എന്നിവയ്ക്ക് സുരക്ഷ ഉറപ്പാക്കുന്നു. ആർട്ടിക്കിൾ 310 കേന്ദ്ര സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥരുടെ കാലാവധി 310, 311 സുരക്ഷ, 312 അഖിലേന്ത്യാ സർവീസുകളെപ്പറ്റി, 315 പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റി. അപ്പം 310 കാലാവധി, 311 സുരക്ഷ, ഭരണഘടനാപരമായ സുരക്ഷ, 312 അഖിലേന്ത്യാ സർവീസ്, 315 പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റി. 2003 ഇന്ത്യയിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഗെയിംസ് 2 ഭൂഖണ്ഡങ്ങൾ ഉൾപ്പെടുന്ന ഒരു കായിക മത്സരമായിരുന്നു. ആഫ്രോ ഏഷ്യൻ ഗെയിംസിൻ്റെ ഇന്ത്യയിലെ വേദി ഏതായിരുന്നു? ആൻസർ ഹൈദരാബാദ്. 2003 ഇന്ത്യയിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഗെയിംസ് 2 ഭൂഖണ്ഡങ്ങൾ ഉൾപ്പെടുന്ന ഒരു കായിക മത്സരമായിരുന്നു. ആഫ്രോ ഏഷ്യൻ ഗെയിംസിൻ്റെ ഇന്ത്യയിലെ വേദി ഏതാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ കായിക മത്സരമായിരുന്നു ആഫ്രോ ഏഷ്യൻ ഗെയിംസ്. ഇന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ ഏറ്റവും വലിയ കായിക ഇനമായിരുന്നു ഇത്. 2010 കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞാൽ അത്ലറ്റുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുണ്ടായിരുന്നതും ഈ ഗെയിംസിലാണ്. ഏഷ്യയുടെ 47 മെഡലുകളെ അപേക്ഷിച്ച് 73 മെഡലുകൾ നേടിയ ആഫ്രിക്കയാണ് അത്ലറ്റിക്സിൽ വ്യക്തമായ ലീഡ് നേടിയത്. ഏറ്റവും കൂടുതൽ ദേശീയ മെഡലുകൾ നേടിയ ഏഷ്യൻ രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. അപ്പോൾ 2010 കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞാൽ അത്ലറ്റുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. പിന്നെ 73 മെഡലാണ് ആഫ്രിക്ക നേടിയത്. ഏഷ്യ 47 മെഡലുകളാണ് നേടിയത്. എവിടെ വെച്ചായിരുന്നു ഇത് നടന്നത്? ഇന്ത്യയിലെ വേദി ഏതായിരുന്നു? ഹൈദരാബാദ്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് തരത്തിലുള്ള സ്ഥാപനമാണ്? നിയമപരമായ സ്ഥാപനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പാർലമെൻറ്റിൽ പാസാക്കിയ നിയമപ്രകാരം രൂപീകരിച്ച ഒരു നിയമപരമായ സ്ഥാപനമാണ്. 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസിന് കീഴിൽ 1993 ഒക്ടോബർ 12 രൂപീകരിച്ച ഒരു നിയമപരമായ സ്ഥാപനമാണിത്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം സർവ ഭവന്തു സുഖിന. സർവ ഭവന്തു സുഖിന. കേരളം മണ്ണ് മനുഷ്യരും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? തോമസ് ഐസക്. കേരളം മണ്ണ് മനുഷ്യരും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് തോമസ് ഐസക്. ടി.എം. തോമസ് ഐസക് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ്. അദ്ദേഹം കേരളത്തിൻ്റെ ധനമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. കേരള സംസ്ഥാന നിയമസഭയിൽ അദ്ദേഹം ആലപ്പുഴ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. അപ്പം ടി.എം. തോമസ് ഐസക്കാണ് കേരളം മണ്ണ് മനുഷ്യരും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അഖിലേന്ത്യാ സേവനങ്ങളിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെൻറ്റാണ്. അഖിലേന്ത്യാ സേവനങ്ങളിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റ്. 1951 അഖിലേന്ത്യാ സേവന നിയമം അഖിലേന്ത്യാ സേവനങ്ങളിലേക്ക് നിയമിതരായ വ്യക്തികളുടെ റിക്രൂട്ട്മെൻറ്റും സേവന വ്യവസ്ഥകളും നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് ചട്ടങ്ങൾ ഉണ്ടാക്കാം. 1951 അഖിലേന്ത്യാ സേവന നിയമം അഖിലേന്ത്യാ സേവനങ്ങളിലേക്ക് നിയമിതരായ വ്യക്തികളുടെ റിക്രൂട്ട്മെൻറ്റും സേവന വ്യവസ്ഥകളും നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് ചട്ടങ്ങൾ ഉണ്ടാക്കാം. നിലവിൽ IAS, IPS, IFS എന്നിവ മാത്രമേ അഖിലേന്ത്യാ സർവീസുകളായി രൂപീകരിച്ചിട്ടുള്ളൂ. ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നാണ് ചാൾസ് കോൺവാലിസ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ IAS ഉദ്യോഗസ്ഥനായിരുന്നു സത്യേന്ദ്രനാഥ് ടാഗോർ. 1863 IAS ഉദ്യോഗസ്ഥനായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന രാജ മൽഹോത്രയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസർ അന്ന രാജ മൽഹോത്രയാണ്. ആദ്യത്തെ IAS ഉദ്യോഗസ്ഥൻ സത്യേന്ദ്രനാഥ് ടാഗോർ 1863 IAS ഉദ്യോഗസ്ഥനായി. 2022 ICC വനിതാ ലോകകപ്പിനായുള്ള ഔദ്യോഗിക ഗാന ട്രാക്ക് ഏതാണ്? ഗേൾ ഗ്യാങ്. 2022 ICC വനിതാ ലോകകപ്പിനായുള്ള ഔദ്യോഗിക ഗാന ട്രാക്ക് ഏതാണ്? ഗേൾ ഗ്യാങ്. 2022 ICC വനിതാ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനമായി ന്യൂസിലാൻഡ് ഗായിക ജിൻ വിക്മോർ ട്രാക്ക് ചെയ്ത ഗേൾ ഗ്യാങ് പ്രഖ്യാപിച്ചു. ടൂർണമെൻറ്റ് 2022 മാർച്ച് 4 മുതൽ ഏപ്രിൽ 3 വരെ ന്യൂസിലൻഡിൽ ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്നു. 2021 ഫെബ്രുവരി 6 മുതൽ മാർച്ച് 7 വരെ നടക്കാനിരുന്ന ലോകകപ്പ് COVID-19 കാരണമാണ് ഒരു വർഷം നീട്ടിയത്. ഇനി പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സ്? സൗരോർജ്ജം. കാറ്റ് അല്ലെങ്കിൽ സൗരോർജ്ജം ഉപയോഗിക്കുമ്പോൾ കുറയാത്ത ഒരു സ്രോതസ്സിൽ നിന്നുള്ള ഊർജ്ജമാണ് പുനരുപയോഗ ഊർജ്ജം. ഫോസിൽ ഇന്ധനങ്ങൾ, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയാണ് പുനരുപയോഗിക്കാനാവാത്ത ഊർജ്ജ സ്രോതസ്സുകൾ. ന്യൂക്ലിയർ എനർജി എന്നത് ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ സമയത്ത് പുറത്തുവിടുന്ന ഊർജ്ജമാണ്. ഇന്ത്യൻ സൈന്യത്തിനായി ഇന്ത്യയിൽ വികസിപ്പിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ഇനി പറയുന്നവയിൽ ഏതാണ്? പിനാക്ക എന്നത് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ വികസിപ്പിച്ചെടുത്ത DRDOയുടെ പ്രധാന വിഭാഗമായ ആയുധ ഗവേഷണ വികസന സ്ഥാപനമാണ്. സൈന്യത്തിന് ഫയർ പവർ മേധാവിത്വം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന തദ്ദേശീയ പദ്ധതിയാണിത്. 1980കളുടെ അവസാനത്തിലാണ് DRDO പിനാക്ക വികസിപ്പിക്കാൻ തുടങ്ങിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ആരായിരുന്നു വിദ്യാവിനോദിനിയുടെ എഡിറ്റർ? CP അച്യുതമേനോൻ. അപ്പം വിദ്യാവിനോദിനിയുടെ എഡിറ്റർ ആരാണ്? CP അച്യുതമേനോൻ. ആദ്യകാല മലയാള സാഹിത്യ നിരൂപകനും വിദ്യാവിനോദിനി സാഹിത്യ മാസികയുടെ എഡിറ്ററുമായിരുന്നു CP അച്യുതമേനോൻ. അദ്ദേഹത്തെ മലയാള ഭാഷയിൽ സാഹിത്യ നിരൂപണത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. വിദ്യാവിനോദിനി മാസികയിലെ തൻ്റെ കോളങ്ങളിൽ അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട്. ഈ അവലോകനങ്ങൾ പാശ്ചാത്യ സാഹിത്യ വിലയിരുത്തൽ അദ്ദേഹത്തെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് സൂചിപ്പിക്കുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെ? ഫസ്റ്റ് ജോഡി KP വള്ളോൻ പുലയ മഹാസഭ, 2 അയ്യാ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ്, 3 CP അച്യുതമേനോൻ വിദ്യാവിനോദിനി, 4 TK മാധവൻ ധന്വന്തരി. ഏതൊക്കെയാണ് ശരിയായത്? KP വള്ളോൻ പുലയ മഹാസഭ, അയ്യാ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ വിദ്യാവിനോദിനി. SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി TK മാധവൻ
ധർമ്മഫട സംഘം എന്ന സന്നദ്ധ സംഘടന രൂപീകരിച്ചു. SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി TK മാധവൻ ധർമ്മഫട സംഘം എന്ന സന്നദ്ധ സംഘടന രൂപീകരിച്ചു. കൃഷ്ണാദി ആശാൻ്റെയും പണ്ഡിറ്റ് കറുപ്പൻ്റെയും നേതൃത്വത്തിൽ നടന്ന കായൽ സമ്മേളനത്തിൽ വെച്ച് രൂപീകൃതമായ സംഘടനയാണ് കൊച്ചി പുലയ മഹാസഭ. കൃഷ്ണാദി ആശാൻ്റെയും പണ്ഡിറ്റ് കറുപ്പൻ്റെയും നേതൃത്വത്തിൽ നടന്ന കായൽ സമ്മേളനത്തിൽ വെച്ച് രൂപീകൃതമായതാണ് കൊച്ചി പുലയ മഹാസഭ. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിതമായ വർഷം 1913 ഏപ്രിൽ 21. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിതമായ വർഷം എന്നാണ് 1913 ഏപ്രിൽ 21. കൊച്ചി പുലയ മഹാസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കറുപ്പൻ. KC കൃഷ്ണാദി ആശാനുടെയും കൊച്ചി പുലയ മഹാസഭയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് KP വള്ളോൺ. അപ്പോൾ KC കൃഷ്ണാദി ആശാന് ശേഷം കൊച്ചി പുലയ മഹാസഭയുടെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ചതാരാണ്? KP വള്ളോൺ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക.